കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് പകൽക്കാലം കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് വളരെ ആഗ്രഹത്തോടെ നാം ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായി ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യും. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പറയാറുണ്ട്, കർത്താവേ കർത്താവേ. ഒരു കുഴിയിൽ വീഴാൻ നേരത്ത് പറയും, കർത്താവേ എന്നെ സഹായിക്കണമേ. അല്ലെങ്കിൽ ഓരോ അപകടം വരുമ്പോൾ, ഒരു അനർത്ഥം വരുമ്പോൾ, ഏത് സാഹചര്യത്തിൽ നമ്മൾ വിളിക്കുന്നു കർത്താവേ കർത്താവേ. പക്ഷെ വാസ്തവമായിട്ട് ഈ കർത്താവിനെയാണോ നമ്മൾ വിളിക്കുന്നത്? ഏതാ കർത്താവിനെ നമ്മൾ വിളിക്കുന്നത്? ശരിക്കും നമ്മൾ വിളിക്കുന്ന കർത്താവ് എന്ന് പറയുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടും പുരുഷാരത്തോടും പറയുന്നു, കർത്താവേ കർത്താവ്. ഈ കർത്താവിന് ആരാ പറയുന്നത്? യേശു കർത്താവ് പറയുന്നത് എന്താ? കർത്താവ് എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി മാറണം. വെറുതെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. പകൽക്കാലം ഒരു പടി കൂടെ മുന്നോട്ട് നമ്മൾ യേശുവിൻ്റെ അടുത്ത് വരണം. അപ്പം കർത്താവേ കർത്താവ് എന്ന് പറയുന്നതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആദ്യമായിട്ട് പ്രാരംഭത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കർത്താവിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് തുടർമാനമായിട്ട് ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതിൽ ഒന്നാമത്തെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ 1 തെസ്സലോനിക്കർ 4:3 ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒന്നാമത് നമ്മുടെ ശുദ്ധീകരണം. അതുകൊണ്ട് മത്തായി 5 ആരംഭത്തിൽ കർത്താവ് ഇങ്ങനെ തന്നെ പറയുന്നു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഒന്നാമത് നമുക്ക് വേണ്ടത് ദൈവം ആഗ്രഹിക്കുന്ന ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം. പലപ്പോഴും നമ്മൾ ശുദ്ധീകരണം എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധൻ എന്നൊക്കെ കാണുമ്പോൾ ചിന്തിക്കുന്നത് നമ്മുടെ വേഷവിധാനങ്ങളിലോ നമ്മുടെ പെരുമാറ്റത്തിലോ ഒക്കെ കാണാം, ബാഹ്യമായി കാണുന്ന ഒരു വിശുദ്ധി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു ബാഹ്യമായ പ്രകടനമല്ല ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത്. ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഒരു വേർപാട്, ദൈവഹിതമല്ലാത്ത വിഷയങ്ങളിൽ നിന്നെല്ലാം വേർപെട്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ശുദ്ധീകരണം. ആ ശുദ്ധീകരണത്തിന് വേണ്ടി പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു വിഷയം എന്ന് ചിന്തിക്കാനായിട്ട് കർത്താവ് ശരണപ്പെടും. അത് എബ്രായർക്കുള്ള ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പം നമ്മൾ കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്നു. കർത്താവ് കേൾക്കണമെങ്കിൽ, കർത്താവ് കാണണമെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കണമെങ്കിൽ ഇവിടെ പറയുന്നു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. അപ്പം സമാധാനം ആചരിക്കാത്തവന് എങ്ങനെയാ വിശുദ്ധൻ എന്ന് പറഞ്ഞു നടക്കാൻ കഴിയുന്നത്? എങ്ങനെയാ ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ കഴിയുന്നത്? കുടുംബത്തിനകത്തും സഭയ്ക്കകത്തും സമൂഹത്തിനകത്തും സമാധാനം ഉണ്ടാകാതെ അസമാധാനം വിളമ്പിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിന് ശുദ്ധീകരണത്തിൻ്റെ അടുത്ത് വരാൻ കഴിയുമോ? എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രമാണിപ്പാനായിട്ട് കഴിയുമോ? കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എല്ലാവരോടും എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ, എല്ലാവരോടും സമാധാനം അപ്പൊ ശുദ്ധീകരണത്തിൻ്റെ ഒരു പ്രധാന ഘടകം ഈ സമാധാനം ആചരിപ്പാൻ നമുക്ക് കഴിയും. അതിനെ ഉത്സാഹിക്കുവാൻ
അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുക. അത് കഴിഞ്ഞ് ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പൊ ഈ ശുദ്ധീകരണമില്ലാതെ ആർക്കും ദൈവത്തെ കാണാനായിട്ട് ഒക്കത്തില്ല. തെസ്സലോനിക്ക ലേഖനം തന്നെ 1 തെസ്സലോനിക്കർ 5:14-18 വരെയുള്ള വാക്യങ്ങളും വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ വിശ്വാസ ജീവിതത്തിലാകുന്ന വിശ്വാസികളോട് അവിടെ പറഞ്ഞു. അപ്പോൾ വിശ്വാസികളായാലും വിശ്വാസി അല്ല എങ്കിൽ പോലും യേശുവിനെ കർത്താവ് എന്ന് വിളിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം എങ്ങനെയെന്ന് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രന്റെ അടുത്തേക്ക് വരുന്നില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് പറയാൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ ആരെങ്കിലും കർത്താവെ എന്ന് വിളിക്കണമെങ്കിൽ, യേശുവിനെ കർത്താവെ എന്ന് വിളിക്കണമെങ്കിൽ പരിശുദ്ധാത്മ നമ്മുടെ അകത്ത് വരണം. ഒരിക്കൽ ശൗല് നട്ടുച്ച നേരത്ത് സൂര്യനെ വെല്ലുന്ന ശോഭ വരുന്ന സമയത്ത് ദമസ്കസിലേക്ക് ഒരു കുതിരപ്പുറത്ത് പോകുന്ന അവസ്ഥ. താന് ആ അതിഭയങ്കരമായ തേജസ്സിന്റെ പ്രകാശം തന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ താൻ നിലത്ത് വീണു. ആ നിലത്ത് വീണുകൊണ്ടും ശൗല് വിളിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ആരാകുന്നു കർത്താവേ? എന്നെ കേൾക്കുന്ന അന്ന് ശൗല് യഥാർത്ഥത്തിൽ യേശുവിനെ അറിഞ്ഞിട്ടില്ല. എന്നാൽ യേശുവിന്റെ മാർഗത്തിലുള്ളവരെല്ലാം ഉപദ്രവിച്ചുകൊണ്ട് നടക്കുമ്പോഴും ശൗല് പറയുക, കർത്താവേ നീ എന്നെ താഴെ തള്ളിയിടാൻ പറ്റിയ കർത്താവ്. കർത്താവ് എന്ന് പറഞ്ഞാൽ ആരാ? അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ കർത്തൃത്വം ഒരുവന്റെ മേൽ കൊടുത്തു കഴിഞ്ഞാൽ അവനാണ് നമ്മുടെ കർത്താവ്. യേശുവിനെ നമ്മൾ കർത്താവായിട്ടിരിക്കണം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കൾ അവൻ അധികാരം കിട്ടും. പകൽക്കാലം നിങ്ങൾ ഞാനും ഈ കർത്താവെ എന്ന് വിളിക്കാനുള്ള യോഗ്യതയിലായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ നാളുകളായിട്ട് നമ്മൾ ദൂത് കേൾക്കുന്നു, ആലോചന കേൾക്കുന്നു, ഈ കർത്താവിനെ നമുക്ക് രക്ഷിതാവായിട്ട് സ്വീകരിക്കാം. എന്നിട്ട് നമുക്ക് വിളിക്കാം കർത്താവെ കർത്താവ്. എന്നിട്ട് കർത്താവിനെ വിളിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരേണ്ടത്, എന്താ ദൈവം ആഗ്രഹിക്കുന്നത് തുടർമാനമായിട്ട് ചിന്തിക്കുക. ഇവിടെ 1 തെസ്സലോനിക്കർ 5:14-18 ഭാഗങ്ങളിൽ ഇങ്ങനെ വായിച്ചു പോകുന്നു, സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഇവിടെ പറയുന്നു, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. അപ്പൊ ക്രിസ്തു യേശുവിലാകുന്ന ഒരു സഹോദരനോ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഇഷ്ടമാണ് ഈ പറഞ്ഞത്. ഒന്നാമത്തെ പറഞ്ഞ അന്യോന്യം പ്രബോധിപ്പിച്ചു പറഞ്ഞത്, ക്രമം കെട്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെ എന്ത് ചെയ്യണം? നമുക്കൊന്ന് ബുദ്ധി ഉപദേശിക്കണം, നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണം, ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കണം, ആലോചന പറഞ്ഞു കൊടുക്കണം, ദൂത് പറഞ്ഞു കൊടുക്കണം. ചിലർ ഉൾക്കരുത്തില്ലാത്തവരുണ്ട്, അവരെ ഒന്ന് ധൈര്യപ്പെടുത്തണം. യേശു നിന്നെ സഹായിക്കും. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉൾക്കരുത്തില്ലാത്ത ചിലത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയും, നിങ്ങളൊന്ന് ബലപ്പെടുക. എന്നിട്ട് അതുകൊണ്ട് എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനേക വിഷയം ക്ഷമിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. അവിടെ പറയുന്നു, ദീർഘക്ഷമ കാണിക്കണം, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പം. എന്നാൽ ഇനി ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാരണം എന്താ? നമ്മുടെ 2 കാര്യങ്ങൾ. ഒരു ഇഷ്ടം മനസ്സിലാക്കുമ്പോൾ അടുത്തതിന് ഇഷ്ടമില്ലാത്ത കാര്യം, ഇഷ്ടമില്ലാത്തൊരു കാര്യം മനസ്സിലാകും. മത്തായിയുടെ സുവിശേഷം തന്നെ 7-ാമത്തെ നമ്മൾ തുടർമാനം ചിന്തിച്ച് അതിന്റെ ഭാഗത്ത് നിന്ന് താഴോട്ട് വായിക്കുമ്പോൾ 7:22-23 ഒരു കൂട്ടം വിശ്വാസികളോ അല്ലെങ്കിൽ ദൈവ അഭിഷിക്തന്മാരോ പറയാം, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ. ആ നാളിൽ പറയുന്നൊരു കാര്യമാണ്, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തു പറയും. കാരണം കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒത്തിരി ഒരു പറയുക, ഒരു പ്രവചിച്ചു എന്ന് പറയുന്നു, കർത്താവിന്റെ നാമത്തെ ഭൂതങ്ങളെ പുറത്താക്കി എന്ന് പറയുന്നു, കർത്താവിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചെയ്തു, അറിഞ്ഞോ അറിയാതെയോ അധർമ്മം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും അധർമ്മങ്ങളുടെ പുറകെ പോകല്ല. മത്തായിയുടെ സുവിശേഷം തന്നെ 25-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരുടെ സദൃശ്യം. അത് കഴിഞ്ഞിട്ട് അവർ താഴോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ വായിക്കുന്ന, അവർ 5 പേര് ബുദ്ധിയില്ലാത്തവരായിരുന്നു, 5 പേര് ബുദ്ധിയുള്ളവരായിരുന്നു. ആ ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എന്ത് ചെയ്തു? അവർ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടി പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു ഉറങ്ങി. അർദ്ധരാത്രിക്ക്
മണവാളൻ വരുന്നു. അവന് എതിരേൽപ്പം പുറപ്പെടുന്ന ആർപ്പ് വിളി ഉണ്ടായി. അപ്പോൾ കന്യമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്ക് നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിനെന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിലടക്കുകയും ചെയ്തു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിന് ശേഷം മറ്റേ കന്യകുമാരും വന്നു, കർത്താവേ കർത്താവേ ഞങ്ങൾക്കും തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവിടെ എന്താ സംഭവിച്ചത്? കാരണം ബുദ്ധിയുള്ള കന്യകമാര് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് കർത്താവ് വരുന്നത്. മത്തായി 25 31 തൊട്ട് 41 വരെയുള്ള വേറൊരു വിഷയത്തിലെ കുറിച്ച്, മനുഷ്യപുത്രന്റെ ഒരു വരവിനെ കുറിച്ച്, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവൻ മുമ്പിൽ കൂട്ടും. അവൻ എന്ത് ചെയ്യും? അവൻ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അല്ലിച്ച്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുന്നു. എന്നിട്ട് കർത്താവ് പറയാം, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അത് പറയുമ്പോഴത്തേനും നീതിമാന്മാർക്ക് പറയാനുള്ള ഒറ്റ കാര്യം, അവനോട് പറയാം, കർത്താവേ ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടു ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. അവരോട് പറയും, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരനിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എൻ്റെ ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം നോക്കണം. എൻ്റെ ഏറ്റവും ചെറിയ സഹോദരനിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്തെന്ന്. കാരണം ആ കർത്താവിനെ നമ്മൾ ചെയ്യാത്തവരുടെ നിത്യാഗ്നിയിലേക്ക് തള്ളപ്പെട്ടപ്പോൾ ഇവരും കർത്താവെ എന്ന് വിളിച്ചു. ആ നീതിമാന്മാർക്ക് ദൈവം കൊടുത്ത നീതിമാന്മാർ ചെയ്തെന്തോ കാരണം കർത്താവിനെ കണ്ടില്ല, പക്ഷെ ചെയ്തതോ എല്ലാം ചെയ്തത് കർത്താവിനെന്നവണ്ണം ചെയ്തു. അവർ അനുഗ്രഹിക്കപ്പെട്ടു. അവർ അനുഗ്രഹിച്ച് നിത്യതയിലേക്ക് എടുക്കപ്പെടുവാനിടയായെങ്കിൽ മറ്റൊരു തള്ളപ്പെട്ടു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. നമ്മൾ കർത്താവെ കർത്താവെ എന്ന് വിളിക്കും. നാം വിളിച്ചാൽ മാത്രം പോരാ, ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ. അതുകൊണ്ട് പറഞ്ഞു ശൗലിനോട്, കർത്താവെ നീ ആരാകുന്നു ചോദിക്കുമ്പോൾ നീ ഉപദ്രവിക്കുന്നവനായ യേശു ആകുന്നു. യേശുവിന് പറയാൻ. കാരണം ഇന്നും നമ്മൾ അനേകർ യേശുവിൻ്റെ നാമത്തെ വിളിക്കുമ്പോൾ, യേശുവിൻ്റെ മാർഗത്തെ വിളിച്ച് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടൊക്കെ വരുന്ന അനേകർ ഉപദ്രവിക്കുന്നു, അനേക പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിക്കുമ്പോഴും കർത്താവിനാണ് മുള്ളിന് മേൽ ഉദയ്ക്കുന്നത് എനിക്ക് ഉചിതമല്ല. മുള്ള അതിൻ്റെ മേൽ ഉദയ്ക്കാനായിട്ട് ഒക്കത്തില്ല കേട്ടോ. കാരണം അതുപോലെയാണ് യേശുവിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഫലം നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അവന് മത്തായി 18:6 പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ ആരെങ്കിലും ഇടർച്ച വരുത്തിയാൽ അവനെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്ന അവന് നന്ന്. കർത്താവ് വ്യക്തമായിട്ട് എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ ആരെങ്കിലും ഇടർച്ച വരുത്തിയാൽ, കുടുംബത്തിൽ സഹോദരി വിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ സഹോദരൻ വിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ മക്കൾ വിശ്വാസത്തിലാണ്, പക്ഷെ അതിൻ്റെ പേരിൽ ഇടർച്ച വരുത്തല്ലേ, പ്രയാസം വരുത്തല്ലേ. കാരണം വരുത്തിയ കർത്താവാ പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവനെ കഴുത്തിൽ വലിയൊരു തിരികല്ലിയിട്ട് അവനെ സംബന്ധിച്ച് ഇട്ട് കളയുന്നില്ല. കാരണം അവിടെ പറഞ്ഞു, അത് കഴിഞ്ഞ് താഴോട്ടുള്ള ഭാഗങ്ങൾ കർത്താവ് പറയുന്നു, എന്താ ചെയ്യുന്നു പറയുമ്പോൾ, നിന്റെ 2 കൈയുണ്ട്, നിന്റെ ഒരു കൈ നിനക്ക് അകൃത്യമാണെങ്കിൽ അതിനെ വെട്ടിക്കള. നിന്റെ ഒരു കണ്ണ് നിനക്ക് ഇടർച്ചയാണെങ്കിൽ ആ ഇടർച്ചയുള്ള കണ്ണ് ചൂഴ്ന്നുകള. നീ 2 കണ്ണുള്ളവനായിട്ട് നരകത്തിൽ പോകുന്നതിനെക്കാട്ടിൽ ഒരു അംഗഹീനനായിട്ട് സ്വർഗത്തിൽ ചെന്ന് എത്രയോ നല്ലതാണ്. മത്തായി അതിൻ്റെ 18 10 11 വാക്കിലെ ഈ ചെറിയ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു സ്വർഗത്തിൽ. എന്തുകൊണ്ടാണ് കർത്താവ് ഈ ചെറിയവരെ കുറിച്ച് കർത്താവിന്റെ ശ്രദ്ധ നോക്കണമേ? അവരെ കുറിച്ച് പറയുന്നു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ചെറിയവര
ഒന്നുമില്ലാത്തവരെക്കാണ് നോക്കുമ്പോൾ നമുക്ക് വളരെ വലിയ പ്രാധാന്യമൊന്നുമില്ല. കർത്താവ് പറയുക, അവർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട വിഷയം, നമ്മൾ കർത്താവെ എന്ന് വിളിച്ചുകൊണ്ട് നടന്നാൽ മാത്രം പോരാ, നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട്. അതുകൊണ്ട് മത്തായി 5:22 ഇങ്ങനെ വായിക്കുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും, സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും, മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, മത്തായി 5, 6, 7 വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന, ദൈവത്തിൻ്റെ യേശുവിൻ്റെ വായിൽ നിന്ന് വാക്കുകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള, തള്ളിക്കളയരുതേ. ഞാനോ, അവിടെ എല്ലാം പറയും ഞാനോ നിങ്ങളോട് പറയുന്നത്, ഇവിടെ പറയും ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. അന്യന് കോപിക്കാൻ നടക്കുകയാണോ? കുടുംബത്തിനകത്ത്, സഭയ്ക്കകത്ത് എത്രയോ സന്ദർഭങ്ങളിൽ മറ്റുള്ളവരോട് കോപിക്കാൻ നടക്കുന്ന ദൈവത്തിൻ്റെ വചനം കർത്താവ് പറയാം, എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ, ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലേ, ഓ ഇവനൊക്കെ എന്താ വളരെ നിസ്സാരല്ലേ, ഇവിടെ വേഷവിധാനമൊക്കെ കാണുമ്പോൾ സാധുക്കളാ, ചെറിയവരാ. പക്ഷെ പൊന്നുതമ്പരാമ, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ, കർത്താവിൽ വിശ്വസിക്കുന്നവൻ വലുതായാലും ചെറുതായാലും, വിദ്യാഭ്യാസമുണ്ടെങ്കിലും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും, സാമ്പത്തികമുണ്ടെങ്കിലും സാമ്പത്തികം ഇല്ല എങ്കിലും, ജ്ഞാനമുണ്ടെങ്കിലും ജ്ഞാനമില്ലെങ്കിലും കർത്താവിന് ഒരുപോലെയാണ്. അതിൻ്റെ മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ആരെങ്കിലും നോക്കിക്കൊണ്ട് നീ മൂഢാന്ന് വിളിച്ചു പറഞ്ഞാൽ ഇവിടെ പറയുന്നു നരകത്തിന് യോഗ്യനാക്കി തീരുമെന്ന. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 10 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ പരിമള തൈലം കൊണ്ട് കർത്താവിൻ്റെ കാല് പൂശിയ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നു. അവിടെ തൻ്റെ കാലിലൊക്കെ പൂശുമ്പോഴത്തേനും പലരും പറയുക, ഈ പൈസ എന്തിനായി അനാമത്ത് ചെലവ്, ഇതൊക്കെ ആയിട്ട് വിറ്റ് ദരിദ്രന്മാർക്കൊക്കെ കൊടുത്താൽ പോരായിരുന്നോ? ദരിദ്രന്മാർക്ക് കൊടുക്കാനല്ല, ഇവരുടെ എല്ലാം പണസഞ്ചി അവരുടെ പോക്കറ്റിലായിരുന്നുകൊണ്ട് അവരങ്ങനെ ചിന്തിച്ച്. അപ്പം ഇത് അറിഞ്ഞപ്പോൾ യേശു എന്താ മറുപടി പറഞ്ഞത് നമുക്ക് നോക്കാം. അതിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 10 തൊട്ട് 13 വാക്യങ്ങളെ അവിടെ യേശു അത് അറിഞ്ഞ് അവരോട്, സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്ക ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇല്ലതാനും. അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്യേണ്ടതാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം പറയാതെ, യേശു പറയാതെ യേശുവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്തപ്പോൾ യേശു കർത്താവിൻ്റെ മനസ്സിലെ ആഗ്രഹം പുറത്തു വന്ന് ശ്രദ്ധിക്കണമേ. അവിടെ പറയാ, ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഈ കാര്യം വിളിച്ചു പറയാൻ ദൈവം എന്നെ ഇടയാക്കിയത്. ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിച്ചിടത്തെല്ലാം തൻ്റെ കാലിൽ പരിമള തൈലം പൂശിയ ആ സ്ത്രീയെ കുറിച്ച് യേശു പറഞ്ഞുവെങ്കിൽ ലോകം മുഴുവൻ എന്ത് ചെയ്യും? അവളുടെ ഓർമ്മയ്ക്കായിട്ട് പ്രസ്താവിക്കും. എന്തിനാ? നിങ്ങളും ഞാനും അനേകർ ഈ അനുഭവത്തിൽ തുടർന്ന് എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ. ഇന്ന് പകൽക്കാലം ഒരു തീരുമാനം എടുത്താട്ടെ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ. നമ്മൾ ആദ്യമേ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ കർത്താവിൻ്റെ ഇഷ്ടം ഒരു ശുദ്ധീകരണത്തിനുണ്ട്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഒരു ഹൃദയശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹൃദയത്തിൽ കിടന്നെല്ലാം കാപഢ്യങ്ങൾ എല്ലാം എടുത്തു മാറ്റി ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയിട്ട് നിഷ്കളങ്കതയോടുകൂടി ഹൃദയ പരമാർത്ഥതയോടുകൂടി ഈ കർത്താവിൻ്റെ അടുത്ത് വരാൻ കഴിയുമെങ്കിൽ, എന്നിട്ട് കർത്താവെ എന്ന് വിളിക്കുക. പലപ്പോഴും നമ്മൾ ഇന്നലെയൊക്കെ ഒത്തിരി വിളിച്ചു, കർത്താവെ എന്ന് വിളിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ അതിൻ്റെ വ്യക്തമായ അർത്ഥം അറിഞ്ഞിട്ടല്ല വിളിച്ചത്. ആദ്യം നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ഈ കർത്താവിന് കൊടുക്കണം. കൊടുത്തിട്ട് കർത്താവെ എന്ന് വിളിക്കണം. ഇന്നുവരെയും യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അത് ആരെയും കേൾപ്പിക്കുവാനല്ല പ്രിയമുള്ളവരെ. നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടും. ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട്, നിങ്ങളെ രക്ഷിക്കുവാൻ ആകാശത്തിന് കീഴെ നൽകപ്പെട്ട മറ്റൊരു നാമം, യേശുവിൻ്റെ നാമമല്ല മറ്റൊരു നാമല്ല. ആരൊക്കെയോ സഹായിക്കും, ബന്ധുമിത്രാദികള്, ചാർച്ചക്കാര്, അവരിവരൊക്കെ സഹായിക്കുന്ന കാത്തിന് ഇതുവരെ നടന്നില്ലല്ലോ. ഇന്ന് പകൽക്കാലം നിങ്ങളെ സ്നേഹത്തോടെ യേശു വിളിക്കുന്നു. യേശുവിൻ്റെ അടുത്തേക്ക് വാ.
യേശു സഹായിക്കും. ഒന്നാമത് ചെയ്യുന്നത് നിങ്ങളുടെ പാപത്തിനൊരു മോചനം തരും, പാപമോചനം തരും, നിത്യമായ ഒരു രക്ഷയിലേക്ക്, ഒരു നിത്യജീവനിലേക്ക്. നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ കേവലം ഏറിയാൽ 70 അല്ലെങ്കിൽ 80, 90 വയസ്സ്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് എങ്ങോട്ടാ പോകുന്നു? നിങ്ങളും ഞാനും നിത്യത വരെയും പിൻപറ്റുന്ന ഒരു ആത്മീയാനുഗ്രഹത്തിന് ആഗ്രഹിക്കുന്നെങ്കിൽ പലരും ചിന്തിക്കും, യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ സ്നാനപ്പെട്ടാൽ, അഭിഷേകം പ്രാപിച്ച ഉടനെ കടഭാരം മാറുമോ, പുതിയ വീട് വരുമോ, പുതിയ സാമ്പത്തിക അനുഭവങ്ങൾ മാറോ? ഇതെല്ലാം കർത്താവ് തരുമെന്നേ. ഈ പൊന്നു തമ്പുരാൻ്റെ അടുത്ത് വന്നാൽ അവസ്ഥകളെ മാറ്റാൻ എൻ്റെ കർത്താവ്. എന്നും നിനക്ക് കണ്ണുനീരില്ല കേട്ടോ, എന്നും വിലാപമൊന്നുമില്ല കേട്ടോ. പലരും ചിന്തിക്കും എന്നും വിലാപം, എന്നും കഷ്ടമോ? അല്ല. ഫിലിപ്പിയർ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ കുറിച്ചിടുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനോടുകൂടെ കഷ്ടം അനുഭവിപ്പാനും വരം നൽകിയിട്ടുണ്ട്. മുൻപ് അവൻ്റെ രാജ്യനീതി അന്വേഷിച്ചു, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ കർത്താവല്ലേ. നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റും, പ്രയാസങ്ങളെ മാറ്റാൻ യേശുവിന് കഴിയും. പക്ഷെ കർത്താവിൻ്റെ കൂടെ നിൽക്കുക. കർത്താവ് പറയുന്ന കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച്, അത് മത്തായി 5, 6, 7 ഭാഗങ്ങളൊക്കെ വായിച്ച് നിങ്ങളൊന്ന് ധ്യാനിക്കണമേ. 7 അവസാനം ഇങ്ങനെ, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവനൊക്കെയും, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവന് ആഴത്തിൽ പണിത വീട് പണിതവന് ബുദ്ധിയുള്ളവനെ പോലാകും. എന്നെ കേൾക്കുന്നവരുള്ള യേശു എത്ര നല്ലവൻ. ഈ കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് വരാം. കർത്താവ് അത്ഭുതമായിട്ട് ദൈവിക സമാധാനം തരും, സന്തോഷം തരും, പാപമോചനം തരും. നമുക്ക് നിത്യത വരെയും പോകാനായിട്ട് ദൈവം ഇടയാക്കും. അത് കഴിഞ്ഞ് ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-7 വരെയുള്ള വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ച് നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ്. അവിടെ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ ഇവിടെ പറയുക, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. ക്രിസ്തു യേശുവിൽ നിങ്ങളെ കാക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മക്കളായിട്ട്, ഈ പിതാവിൻ്റെ മക്കളായിട്ട് നമ്മൾ തീരണം. അങ്ങനെ ഇന്ന് പകൽക്കാലം ഒന്ന് വിട്ടുകൊടുക്കാം. ദൈവമേ, അങ്ങനെ നോക്കണമേ, അങ്ങയുടെ പൈതലായിട്ട്, അങ്ങയുടെ മകനായിട്ട്, അങ്ങയുടെ മകളാക്കി എന്നെ തീർക്കണമേ. അങ്ങനെ വരുന്ന ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിന് അങ്ങനെ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കെല്ലാം ചെയ്യുവാനായിട്ട്, അവിടെ വരുമ്പോൾ എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി അറിയിപ്പാനായിട്ട് വരും. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും പ്രയാസപ്പെടരുത്. എല്ലാം കർത്താൻ. അതുകൊണ്ട് അവൻ പറഞ്ഞത്, അവൻ നിങ്ങൾക്കായിട്ട് കരുതുന്നതാകയാൽ എല്ലാ ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുള്ള. ഇന്ന് പകൽക്കാലം ചിന്താകുലങ്ങളെല്ലാം കർത്താവിൻ്റെ മേലിട്ട് കൊടുത്ത് നമുക്കൊരല്പസമയം ഒന്ന് പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞിരിക്കട്ടെ. യേശു കർത്താവേ, നന്ദിയോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ പകൽക്കാലം ഞങ്ങൾ ഒരു മനസ്സോടെ യേശു കൊച്ചൻ്റെ പാദാന്ത്യം കടന്നു വരുന്നു. അപ്പോൾ ഇത്രത്തോളം സമയം അങ്ങയുടെ വചനം ഞങ്ങൾ ശ്രദ്ധിച്ചു. ചുരുക്ക സമയത്തിനുള്ളിൽ ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെ ഞങ്ങളൊന്ന് സഞ്ചരിച്ചു. ഞങ്ങൾക്ക് ജീവനും ചൈതന്യം തരുന്ന, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന, നിത്യത വരെയും പിൻപറ്റാൻ പറ്റുന്ന ദൈവിക ആലോചനകൾക്കായിട്ട് യേശുവെ നന്ദി പറയാം. നന്ദിയോട് സ്തുതിക്കുന്നു. ഇത് ശ്രമിച്ച ഓരോ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. അവരുടെ ജീവിതത്തിൽ ദൈവം വലിയവ ചെയ്യണമേ. കർത്താവെ, ഇന്നു മുതൽ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുമ്പോൾ വാസ്തവമായി യേശു ആരെന്ന് അറിഞ്ഞുകൊണ്ട്, അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഇന്നു മുതൽ പ്രാർത്ഥിപ്പാൻ ഈ പ്രിയമക്കളുടെ മേൽ കൃപ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ കർത്താവെ സകല ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി ദൈവസന്നിധിച്ച് പ്രാർത്ഥിപ്പാൻ ഈ പ്രിയമക്കൾ കൃപ കൊടുക്കണം. യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ ഇന്നു പകൽക്കാലം ഈ പ്രിയമക്കൾക്ക് കൃപ കൊടുക്കണം. അവർക്ക് വാസ്തവമായിട്ട് കർത്താവെ കർത്താവെ എന്ന് വിളിക്കാൻ കൃപ കൊടുക്കണം. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ കൃപ കൊടുക്കണം. അശുദ്ധീകരണത്തോട് ജീവിപ്പാൻ കൃപ കൊടുക്കണം. ദൈവഹിതം ചെയ്ത് നടക്കാൻ കർത്താവ് എല്ലാ ധർമ്മവും വിട്ടിട്ട് കർത്താവെ ദൈവമേ കർത്താവ് നീതിയോട് നടപ്പാനായിട്ടും കർത്താവ് വിശുദ്ധിയുടെ ജീവിപ്പാനാണ് ജനം ഒരുക്കപ്പെട്ട ജനം. കർത്താവെ, ആ 10 കന്യകമാരെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. ആ ബുദ്ധിയുള്ള 5 കന്യകമാര് വിളക്കിൽ എണ്ണ കരുതിയിരുന്ന പോലെ ഒരു കൂട്ടം ജനം ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് എണ്ണയിൽ നിറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ ദൈവം ഇടയാക്കുന്ന കൃപയ്ക്കായിട്ട് യേശുവെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഒരു അഭിഷേകത്തിനായിട്ട് കൊതിക്കുന്ന പ്രിയമക്കളുടെ മേൽ ഇപ്പോൾ അവിടുത്തെ ആത്മാവിലൊന്ന് നിറയ്ക്കണമേ. അവരുടെ ശിരസ് അവിടെ എവിടെയായിരുന്നാലും കർത്താവ് അവിടുത്തെ ആത്മാവിൻ്റെ സാന്നിധ്യം വ്യാപരിക്കണം. ഇന്ന് വരെ യേശുവിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിലും
ഇപ്പോൾ യേശുവിനെ അറിഞ്ഞവരാണെങ്കിലും ആത്മാവിൽ നിറയിട്ട് കർത്താവെ ഈ പകൽക്കാലം ഒരു വലിയ ദൈവ സാന്നിധ്യം ഈ പ്രിയമക്കളുടെ ശിരസ് മുതൽ ഉള്ളാം കാലുവരെ നിറയിട്ട് എളിവൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു അസാധാരണമായ ദൈവശക്തി കർത്താവ് ഇപ്പോൾ തന്നെ കർത്താവെ ഈ പ്രിയമക്കളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ സാന്നിധ്യം കർത്താവെ അത് കുറഞ്ഞു പോയിട്ടില്ല. ഗലീലയിൽ ചെയ്ത അതേ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ ശക്തനായ ഒരു പൊന്നു തമ്പുരാൻ ഞങ്ങളുടെ മധ്യയുള്ള നാടുസ്ഥാനം ഇവിടെ ഏത് വിഷയത്തിന് വേണ്ടി ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ആ വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ കരം ചലിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പെന്തക്കോസ്ത് നാളിൽ കർത്താവെ 120 പേരുടെ മേൽ വ്യാപരിച്ച ദൈവശക്തി ഈ പ്രിയമക്കളുടെ മേലും ഇവരായിരിക്കുന്നിടത്ത് കർത്താവെ അവിടുന്ന് പറഞ്ഞല്ലോ, അന്ത്യനാളിൽ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് അരുളിച്ചത് കർത്താവെ. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറക്കണം ഒരു ശക്തമായ അഭിഷേകം ഇപ്പോൾ തന്നെ ഈ പ്രിയമക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി അനേക പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പകൽക്കാലം പ്രാർത്ഥിക്കുന്നു. അനേക പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. അനേകർ യഥാസ്ഥാനപ്പെട്ട് കർത്താവെ ക്രമം കെട്ട് നടക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങൾ ഉള്ളിലേക്ക് ദൈവഭയം വ്യാപരിക്കട്ടെ. അവർ മടങ്ങി വരട്ടെ. ഇന്നുവരെയും ഒരു ആലയത്തിൽ പോകാൻ കഴിയാതെ ഭാരപ്പെട്ട് ഞെരുങ്ങുന്ന അനേക വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ ആലയത്തിൽ കടന്നു വന്ന് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന എല്ലാ ഫറവോന്യ ശക്തികളുടെ മേൽ ഞങ്ങൾ ചേർന്ന് യേശുവിൻ്റെ നാമത്തിലും രക്തത്താൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ നാമത്തിൽ ഇറങ്ങി തിരിച്ച സഹോദരിമാര്, ചില സഹോദരന്മാര്, ചില മക്കള് കർത്താവിൻ്റെ നാമം വിളിച്ചതുകൊണ്ട് അവരുടെ ഭവനങ്ങൾ പീഡ അനുഭവിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏറ്റവും ചെറിയവരിൽ തുച്ഛീകരിക്കാതിരിക്കാൻ തക്കോണം ദൈവം ഇടയാക്കുന്ന കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിക്കണമേ കർത്താവെ. ഇന്ന് പകൽക്കാലം ദൈവം അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു കർത്താവെ. ഇന്ന് പകൽക്കാലം ദൈവിക സമാധാനം ക്രിസ്തുവേശുവിൽ ആ ദൈവിക സമാധാനം അവരുടെ നിലവുകളെ നിറയ്ക്കുന്ന കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. നന്ദി കർത്താവെ. ഇത്രത്തോളം സമയം ദൈവസന്നിധി പ്രാർത്ഥിപ്പാനും ദൈവസന്നിധിയിലായിരിക്കാൻ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം ദൈവം വളരെ സഹായിച്ചു. ഒത്തിരി പേർ കൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇടയാക്കി തന്ന എല്ലാ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ നാളുകളിൽ നിങ്ങളുടെ സഹകരണത്തിനും സഹായത്തിനും ഒക്കെ കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. തുടർന്നും നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. ഞങ്ങൾക്ക് ഒരു കോട്ട പോലെയാണ് നിങ്ങളുടെ പ്രാർത്ഥന. ഈ റിവൈവൽ മീഡിയ മിനിസ്ട്രിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് പ്രാർത്ഥന ചോദിക്കുന്നു. തുടർന്ന് കാണും വരെയും നിങ്ങളെ ദൈവം രക്തക്കോട്ടകളിൽ മറക്കട്ടെ. താഴെ കാണുന്ന ഫോൺ നമ്പർ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാൻ കഴിയുന്നത്ര ഈ മെസ്സേജ് തീർന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിളിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ നമ്പർ കുറിച്ചിട്ടായിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഫോണിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. സ്വർഗത്തിലെ പൊന്നുതമ്പുരാൻ നിങ്ങളെ സമൃദ്ധ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഗാഡ് ബ്ലസ് യു.